ലോകേഷ് ഈ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോകേഷിന്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സൊക്കെ. ഞാൻ ഒരുപാട് കൈദിയുടെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ലോകേഷിന്റെ സിനിമകളിൽ ഈ അച്ഛനിപ്പ സൗദി പിള്ളയ്ക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ലോകേഷിന്റെ കൈദിയും മാനഗരവും ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ളതൊക്കെ ഇൻഡസ്ട്രി സക്സസുകളാണ് എങ്കിൽ പോലും അയാൾ അതിന്റെ ഒരു ആ പെയിൻ നമുക്ക് ഫിലിം മേക്കറിന്റെ പെയിൻ നമുക്ക് വേണ്ടത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു. ഇപ്പം മാനഗരം പോലെ തന്നെ ഒരു കോൺസെപ്റ്റാണ് ഓപ്പറേഷൻ ജാവ. അപ്പൊ അതുകൊണ്ട് പുതിയ ആളുകളേക്ക് വെച്ചിട്ടൊരു വരവറിയിച്ച സിനിമയാണ്. അതുപോലെ തന്നെയാണ് ജാവ, വരവറിയിച്ച സിനിമയാണ്. ദെൻ ഞാൻ സൗദി വിളക്ക് ചെയ്തപ്പോൾ അയാളോടെ കൈഡ് ചെയ്തു. അപ്പം ഒരേ സമയത്ത് സിനിമയിൽ വന്ന ആളുകളാണ്. അയാളുടെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അയാളെ പ്ലേസ് ചെയ്ത് കൃത്യമായിട്ട് ഇപ്പൊ ഏറ്റവും താരമൂല്യമുള്ള ഒരു സംവിധായകനായിട്ട് മാറി. അപ്പം എനിക്ക് കുറെ ചെന്നൈ സുഹൃത്തുക്കളും അപ്പൊ അരുൺ എന്ന് പറഞ്ഞൊരു 3BHK അരുൺ വെങ്കടേഷ് എന്ന് പറഞ്ഞ 2 പ്രൊഡ്യൂസറുണ്ട്. അപ്പം അരുണും ഈ ആഫ്റ്റർ തുടരും ഞങ്ങൾ തമ്മിൽ ടോക്കുകളുണ്ട്, സിനിമകൾ ചെയ്യാനുള്ള സംസാരങ്ങളുണ്ട്. അപ്പം തമിഴ് ചെയ്യാൻ അപ്പൊ അതിന്റെ ടോക്കുകൾ നടക്കുന്ന സമയത്ത് ഒരു ദിവസം അരുൺ പറഞ്ഞു ഇങ്ങനെ ലോകേഷ് നിങ്ങളെ പറ്റി അന്വേഷിച്ചായിരുന്നു. അപ്പൊ ഞാൻ അയ്യോ എന്നെ പറ്റിയോ ലോകേഷ്. അപ്പം ഇങ്ങനെ തുടരും കണ്ടു. അപ്പം തുടരുമിന്റെ ഡയറക്ടറിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം പറ്റിയാൽ എന്നെ ഒന്ന് കണക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പം ലോകേഷ് ഫോൺ ചെയ്തു. ലോകേഷോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ തുടരും കണ്ട കാര്യങ്ങളും തുടരുമിന്റെ സീനുകളെ പറ്റിയും ഒക്കെ ഇങ്ങനെ. അപ്പം എനിക്ക് ഭയങ്കര വേറെ ഇൻഡസ്ട്രിയുള്ള ഒരു സംവിധായകൻ, അതും ഒട്ടും സമയമില്ലാത്തൊരു സംവിധായകൻ. നമ്മുടെ ഒരു സിനിമ OTT-ലാണ് കണ്ടത്, മറ്റേ സമയത്ത് ഷൂട്ടായിരുന്നു. പക്ഷെ ഞാനത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ഞാൻ രജനി സാറിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തരാം. അപ്പൊ ഞാൻ അയ്യോ രജനി സാറിനെ കാണാൻ പോയിട്ട് പോകുമ്പോൾ എന്നെ കാണാൻ വരാം, ഇതാണ് എന്റെ ചിന്ത. അങ്ങനെ രജനി സാറിനെ പോയി കണ്ടിട്ട് അപ്പം ഈ കൂലിയുടെ ഒരു പ്രിവ്യൂ കഴിഞ്ഞിട്ടാണ് തന്നെ. അപ്പൊ കഴിഞ്ഞിട്ട് നേരെ വന്ന് ഇരുന്ന് ഒരു 2 hours കരിയറിനെ പറ്റി സംസാരിച്ചു. ജാവ കണ്ടിട്ടുണ്ട്, സൗദി വെള്ളമൊക്കെ കണ്ടിട്ടില്ല, പക്ഷെ ജാവ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. അങ്ങനെ ഞാൻ കണ്ട സിനിമകൾ, രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡുകൾ, സീനുകൾ. അപ്പം കൂലിയിൽ ആ സമയത്ത് കൂലിയിലെ പല സീനുകളുടെയും വിവരണങ്ങൾ, അതിങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്നതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതൊരു എന്താ പറയുക, പ്രൊഫഷണൽ ടോക്കിനപ്പുറത്തേക്ക്. അപ്പം പോകാൻ നേരത്ത് നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. അതിനപ്പുറത്തേക്ക് ടൊർപ്പഡോയിലേക്കൊന്നുള്ള ഇൻവിറ്റേഷനോ അല്ലെ അദ്ദേഹത്തിന് മുന്നിലേക്കുള്ള എന്റെ ഇൻവിറ്റേഷനോ LCO ഒന്നും അല്ല ഇത്. പക്ഷെ അതൊരു 2 ഇൻഡസ്ട്രിയിലുള്ള എന്താ പറയാ ഒരേ വേവ് ലെന്തുള്ള ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായി പോകും. എന്നാൽ പോലും ഒരേ പേഴ്സ്പെക്റ്റീവ്സ് ഉള്ള സിനിമേനെ ഒരേ പേഴ്സ്പെക്റ്റീവിലുള്ള സോള് വേണമെന്ന് ആഗ്രഹിക്കുന്ന, അദ്ദേഹം കുറച്ചും കൂടി അതിന്റെ ബിസിനസ് വലിപ്പങ്ങൾ കണ്ടെത്തുന്ന, നമ്മൾ കുറച്ചും കൂടി ആത്മാവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, എന്നാൽ സക്സസുകളുടെ ഫോർമുലേക്ക് ഏതുകൊണ്ട് എല്ലാം ഒരേപോലെയൊക്കെ വരുന്ന ആളുകളുടെ ഒരു കൂടെ സംസാരം എന്നുള്ള രീതിയിലാണത് അതിനെ അഡ്രസ് ചെയ്യപ്പെടുന്നത്.